അപ്പോൾ ഈ കൂടെ അഭിനയിച്ച ഒരുപാട് ആളുകളുടെ കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ടാവും. ഈ എന്താ പറയാ, ചേച്ചി ആ ഒരു പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് വന്നല്ലോ. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എനിക്കൊരു നായികയായിട്ട് ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമായിരുന്നു? അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചിയുടെ മനസ്സിൽ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പരിമിതികൾ എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഒരു നായികയായിട്ട് നമ്മളൊരു പടം പൊട്ടിപ്പോയാൽ പിന്നെ നമ്മൾ മൂലക്കിരിക്കണം. പേര് സൈഡായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ചോറുണ്ട്. അത് വളരെ ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ചോറുള്ള സ്ഥലത്ത് നിന്നാ മതി എന്ന് ചേച്ചി. ചെറിയ വേഷമാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം, അതാണ് ഞാൻ മിക്കതിലും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പുതിയതായിട്ട് ചേച്ചി എന്തൊക്കെയാണ്, ഏതെങ്കിലും സിനിമയിലുണ്ടോ, സീരിയലിലുണ്ടോ, എന്തെങ്കിലും ഇപ്പൊ ചെയ്തു വെച്ച 2-3 ഫിലിമുകൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഒരു ഒറ്റയാന്ന് പറഞ്ഞൊന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സുഭാഷിന് പെണ്ണ് കിട്ടുന്നില്ല. സുഭാഷിന് പെണ്ണ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇരിക്കുന്നത്. പിന്നെ കാ എന്ന് പറഞ്ഞൊരു മൂവി നീരജ് മാധവിന്റെ, അതിന്റെ മദറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 സിനിമകൾ ഇറങ്ങാനുണ്ട്. ശരി, എന്തായാലും നമുക്കൊരു ഗെയിം കളിച്ചാലോ? ചേച്ചി വന്നിട്ട് ഞാൻ ഗെയിം കളിപ്പിച്ചില്ലെങ്കിൽ അത് ഭയങ്കര മോശമാവും. അതായത് ചേച്ചിക്ക് പാട്ട് ഇഷ്ടമായത് കൊണ്ട് തന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മുടെ ഇവിടെ LED നോക്കുമ്പോൾ പാട്ട് റിവേഴ്സിൽ കേൾപ്പിക്കും. എന്നിട്ട് ആ പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഞാൻ ചില ക്ലൂ ഒക്കെ തന്ന് സഹായിക്കും. പിന്നെ ഉത്തരം എല്ലാം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം നമ്മുടെ റെഡ് കാർപ്പറ്റ് തരും. തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കുഞ്ഞു പണിഷ്മെന്റ് ഉണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാട്ട് ഏതാണെന്ന് കേൾക്കാം. ചേച്ചിയുടെ പടത്തിലെ പാട്ടാണ്. അത് ക്ലിയർ ആയില്ല. റിവേഴ്സിലാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ്. എന്നാലും ഒന്ന് ട്യൂൺ ഏതെങ്കിലും ഒരു പിടിക്കാൻ പറ്റും നോക്കി. ചേച്ചിയുടെ പടത്തിലെ പാട്ടാണ്. ഒരു കുട്ടി, ഒരു അങ്ങനത്തെ ഒരു പാട്ടാ. കിട്ടിയോ? ഒട്ടും കിട്ടുന്നില്ല. ശരി, അപ്പൊ എന്തായാലും റിവേഴ്സിൽ പോകുന്നതുകൊണ്ടായിരിക്കും കിട്ടാതെ. എന്നാലും ചേച്ചി അഭിനയിച്ചൊരു സിനിമ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഇപ്പൊ കിട്ടിയല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞ കുട്ടി. അങ്ങോട്ടേക്ക് പോയില്ല. ശരി, പോട്ടെ. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പിടിക്കാം. അടുത്ത പാട്ട് ചിലപ്പോ കിട്ടുമായിരിക്കും. ആ, നീ വന്നു രോമാഞ്ചം. അല്ലല്ലോ, അല്ല. ഇത് ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടാണ്. ചേച്ചി ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു വല്യമ്മ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അയാൾക്ക് അതെ. അതില് നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്, സങ്കടപ്പെട്ട പാട്ട്. ഏതോ നിദ്രതൻ പൊന്മണിത്തിങ്ങിലേ 7 വർണ്ണങ്ങളും നീട്ടി അളിരിളക്കുള്ളിൽ മിന്നണുമായുടെ ഏകാന്ത സംഗീതമാ. ഓക്കെ, അപ്പൊ അത് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാട്ടിൽ പോയിന്റ് കിട്ടുമോ ഇല്ലയോ നോക്കാം. കൈതപ്പൂവിൻ തൊട്ടില്ല, കണ്ണും കണ്ണും തേടി കണ്ടില്ല, വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ ബലം ഒളുമ്പിയ നൊമ്പരം. സൂപ്പർ. ഈ പാട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? ഈ ഒന്നും അത് ലാലേട്ടന്റെ വോയിസിലാണ് കയറി പിടിച്ചത്. ഇത് ചെറുങ്ങനെ ഒന്ന്
ചെറുങ്ങനെ ഒന്ന് തെളിഞ്ഞു, അതുകൊണ്ട് 2 പോയിന്റ് കിട്ടി. ഇനി മൂന്നാമത്തെ പാട്ട് ഏതാണെന്ന് നോക്കാം. കിട്ടിയോ? ഭയങ്കര ഫേമസ് പാട്ടാണ്. മലയാളത്തിലേക്ക് ഒരു പുണ്യത്തിനെ സമ്മാനിച്ച ഒരു സിനിമയിലെ പാട്ടാണ്. ആലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. സൂപ്പർ. അപ്പൊ അതും കണ്ടുപിടിച്ചു, അടിപൊളി. ഒരു പാട്ടും കൂടി ഉണ്ട്. ആ ഒരു പാട്ടോട് കൂടി നമുക്ക് ഇപ്പൊ ചേച്ചി 3 ആൻസർ പറഞ്ഞു, ഒരെണ്ണത്തിന് പറഞ്ഞില്ല. അങ്ങനെ ഒരു 3 പോയിന്റ് കിട്ടി നിൽക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം. കിട്ടിയോ? വല്ല ഐഡിയ ഉണ്ടോ? നമ്മുടെ ലാലേട്ടന്റെ ഒരു പാട്ടാണ്. ഇതും ഒരു ഹിറ്റ് സോങ് ആണ്. ഒരു ഭയങ്കര വിഷ്വലി ആലപ്പി അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തൊരു പാട്ടാണ്. കിട്ടുന്നില്ല. ശരി, അപ്പൊ എന്തായാലും ആ പാട്ടൊന്ന് കേട്ട് കളയാം. ചേച്ചി ഉണ്ടോ ഉസ്താദില്? ഉണ്ടോ? അങ്ങനെ അത് ചേച്ചിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നി അത് കുറച്ചൊരു എന്തോ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു.